നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല, നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണു? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോണൂന്നും പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്. ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം. ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിട്ടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്. ഞാനല്ലേ കട പൂട്ടണേ. എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി. നീ ധൈര്യമായിട്ട് പോയി പൊന്നുമണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അറിയിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണേക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണുക്കൂസാ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. നിനക്ക് നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം. നീ നല്ല പയ്യനല്ലേ ഇത് വേണ്ടി? നല്ല പയ്യൻ. അവൻ മറയോ അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറിക്കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വരിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല, ഇത് ആറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത്. ശരി, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയുന്നത് ഇവർക്ക് കാപ്പി കൊടുക്കണല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയതുപോലെ ആയി. അല്ലല്ലെന്നാ ഹായ് ഹാന്ത്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മൾ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു. നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു. എന്ത് വിടിയില്ല. പതുക്കാം. എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ തരി പോലും കിട്ടത്തില്ല. കാറിൽ ഇരുന്നോണ്ട് എങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇതിനേക്കാൾ പതുക്കെ എങ്ങനെയാ പോകുന്നത്? ഉണ്ണിക്കെന്താ പേടിയാണോ? എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയാ. ഉണ്ണി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണി വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ ബർത്ത്ഡേ എന്ന് വെച്ചാ? ബർത്ത്ഡേ എന്ന് വെച്ചാൽ ജന്മദിനം, ജനിച്ച ദിവസം. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഒന്നുമില്ല. നീ ജനിച്ച ദിവസം നിനക്കറിയാമോ? എനിക്കറിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുമായിരുന്നു. അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അല്ല, എന്താ ബർത്ത്ഡേ കുറിച്ച് ചോദിക്കാൻ? മാഷിച്ചിന്റെ ബർത്ത്ഡേ കാര്യമാണോ? എന്നിട്ട് നീ പോന്നില്ലേ? ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് പോകുമ്പോ വെറും കൈയും വീശൊന്നും പോയാ പോരാ, എന്തെങ്കിലും സമ്മാനം കൊണ്ടേ പോവാവൂ. അതിനിപ്പോ എന്ത് സമ്മാനം കൊണ്ടുപോകും?
നിനക്കുള്ള എന്തും സമ്മാനം കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? മായ ചേച്ചിയുടെ അടുത്ത് സമ്മാനം കൊടുക്കുക, പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുക, ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന ശാപ്പാടുമായിട്ട് സുഖമായി പോരുക. അത്രേ ഉള്ളൂ. വേണ്ട കണ്ണ. ഭണ്ഡാരം ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണ നാക്കൂടെ വന്നത്. മമ്മ ബപ്പ എന്നൊരിടം തിന്നോട്ടെ. നിനക്ക് പപ്പയെ മധുരം തിട്ടിച്ച് കൊണ്ടിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല, ഭണ്ഡാരം കൊണ്ടുപോകൂ. എന്താണ് മായേ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും, നമ്മൾ കുറച്ച് സ്വർണവും ചെലവാവും. മായ പറൂ. അപ്പോ എല്ലാവരോടുമായി ആശീർവദിക്കട്ടെ. ഉണ്ണി ഇവിടെ വന്നേക്കാ, വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പുറത്തിരിക്കാനല്ല ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. ഉണ്ണി പാൻറ്റൊക്കെ ഇട്ട് കലക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഉണ്ണിക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കിതിട്ടിട്ട് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി പാടത്ത് വെച്ചിരിക്കുന്ന നോക്കൂത്തി പോലുണ്ട്. ഇപ്പോഴാ ഉണ്ണി ഉണ്ണിയായത്. എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഇഷ്ടമായി? വളരെ വളരെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇത്. ഹായ് ഉണ്ണികൃഷ്ണൻ, ഇത് എപ്പോ വന്നു? ആളും മിടുക്കനായല്ലോ. ആ, ഒരു സ്റ്റിൽ എടുക്കട്ടെ, ഒന്ന് തന്നെ. ആ, ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ എന്റെ പടം കാണുന്നത്. ഇനി ഇതുപോലെ വേറെ പടങ്ങൾ എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. എന്തിനാ? എനിക്കെന്റെ ഉണ്ണിയെ കാണാൻ കണ്ണാടി നോക്കിയാ പോരെ? ഈ ഫോൺ എന്തിനാ? ഇത് എന്റെ ഇരിക്കട്ടെ. എന്തിനാ എന്റെ വെക്കുന്നത്? അതോ